പ്രവാസികൾക്ക് ആശ്വസിക്കാം, സൗജന്യ ലഗേജ് പരിധിയിൽ വർധനവ്. വാർത്തയിലേക്ക്. ഒമാൻ എയറിൽ സൗജന്യ ലഗേജ് പരിധി 40 കിലോയായി വർദ്ധിപ്പിച്ചു. ഇന്ത്യ, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കാണ് അധിക ലഗേജ് അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ സൗജന്യ ലഗേജ് പരിധി 30 കിലോയായിരുന്നു. കൊച്ചി, തിരുവനന്തപുരം, ചെന്നൈ, ബംഗളൂരു, മുംബൈ, ഡൽഹി, ഗോവ, ജയ്പൂർ, ജക്കാർത്ത, മനില എന്നീ സെക്ടറുകളിലേക്ക് 2020 ജനുവരി 10 മാർച്ച് 30 ഇടയിൽ യാത്ര ചെയ്യുന്നവർക്കും കറാച്ചി, ലാഹോർ, കൊളംബോ, കെയ്റോ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് ഡിസംബർ 19 മുതൽ 2020 മാർച്ച് 31 വരെയും യാത്ര ചെയ്യുന്നവർക്ക് 40 കിലോ ലഗേജ് ആനുകൂല്യം ലഭിക്കും. ഒരു യാത്രക്കാരന് 2 ലഗേജുകൾ മാത്രമാണ് അനുവദിക്കുക. മടക്കയാത്രയിൽ 40 കിലോ ആനുകൂല്യം ലഭിക്കില്ല. നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സെക്ടറുകളിൽ എയർ ഇന്ത്യ സൗജന്യ ബാഗേജ് പരിധി കൂടിയിരുന്നു. ദുബായിൽ നിന്ന് കോഴിക്കോട്, കൊച്ചി, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും ഷാർജയിൽ നിന്ന് കോഴിക്കോടേക്കുമാണ് സൗജന്യ ലഗേജ് പരിധി കൂട്ടിയിരുന്നത്. ഈ സർവീസുകളിൽ ഇക്കോണമി ക്ലാസ്സിൽ 40 കിലോയും ബിസിനസ് ക്ലാസ്സിൽ 50 കിലോയും വരെ ലഗേജ് കൊണ്ടുപോകാം. കൂടാതെ ലഗേജ് നിബന്ധനകളിൽ എമിറേറ്റ്സ് എയർലൈൻസ് മാറ്റം വരുത്തിയിരുന്നു. ഇക്കണോമി ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് സൗജന്യമായി കൊണ്ടുപോകാവുന്ന ലഗേജിന്റെ അളവിൽ 5 കിലോയുടെ കുറവാണ് വരുത്തിയിരിക്കുന്നത്. എന്നാൽ ഇക്കണോമി ക്ലാസ്സിൽ തന്നെ കൂടിയ തുകയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നവർക്ക് അധിക ലഗേജ് ലഭിക്കും. ഫെബ്രുവരി 4 മുതലാണ് പുതിയ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. ഇക്കണോമി ക്ലാസ്സിനെ സ്പെഷ്യൽ സേവർ, ഫ്ലെക്സ് പ്ലസ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളാക്കിയാണ് എമിറേറ്റ്സ് തിരിച്ചിരിക്കുന്നത്. ഓരോ വിഭാഗത്തിൻ്റെയും ലഗേജ് പരിധിയിൽ വ്യത്യാസമുണ്ട്. ഇക്കോണമി സ്പെഷ്യലിൽ നേരത്തെ 20 കിലോ ലഗേജ് കൊണ്ടുപോകാമായിരുന്നത് ഇപ്പോൾ 15 ആക്കിയാണ് കുറച്ചിരിക്കുന്നത്. ഇക്കണോമി സേവറിൽ 30 കിലോ ഉണ്ടായിരുന്നത് ഇനി 25 കിലോ ആയിരിക്കും. ഫ്ലെക്സിനും ഫ്ലെക്സ് പ്ലസിലും നേരത്തെ ഉണ്ടായിരുന്ന ലഗേജ് പരിധിക്ക് മാറ്റമൊന്നുമില്ല. അവ യഥാക്രമം 30 കിലോ, 35 കിലോ എന്നിങ്ങനെയായി തുടരും. ഫെബ്രുവരി 4 മുതലാണ് ഈ നിബന്ധന പ്രാബല്യത്തിൽ വരുന്നത്. ഇതിനു മുൻപ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്ക് പഴയ കണക്കിൽ തന്നെ ലഗേജ് കൊണ്ടുപോകാം. അമേരിക്ക, യൂറോപ്പ് എന്നിവ ഒഴികെയുള്ള എല്ലാ സെക്ടറുകളിലും പുതിയ പരിധി ബാധകമാവുമെന്നാണ് എമിറേറ്റ്സ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.